ഒരുപാട് പേർക്ക് ഈ ഒരു വർഷം ഒരുപാട് അനുഭവങ്ങൾ. കാരണം ഓടിച്ചാടി നടന്നിട്ട് ഒരു സെക്കൻഡിൽ എന്താ പറയുക മാസങ്ങളോളം കിടന്നിട്ടും ഒരിക്കലും ഒരു നിമിഷം പോലും ഇരിക്കാതെയും എന്താ പറയുക കിടക്കാതെയും റെസ്റ്റ് എടുക്കാതെയും ഓടിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഏതോ ഒരു സമയദോഷം അല്ലെങ്കിൽ ഏതോ ഒരു ഇതിൽ കൊണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നു, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് അവരുടെ ഇതിനൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയൊരു വിഷമമായിട്ട് തോന്നിയിട്ടൊരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആർക്കും അങ്ങനെ ഒരു കാര്യങ്ങളും ലോകത്ത് തന്നെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് 2025 എന്ന് പറഞ്ഞ വർഷത്തിൽ കിടക്കുന്ന സമയത്ത് എല്ലാവർക്കും. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 ഓക്കെ. അപ്പൊ 2024 കഴിഞ്ഞു പോകാനായിട്ട് ഇനിയിപ്പോ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ കുറച്ച് കാര്യങ്ങൾ ഈ വർഷത്തെ പറ്റിയിട്ടും ഇവിടുന്ന് എന്താ പറയാ കുറേ പേര് നമ്മൾ ഇതിന് മുന്നേ കുറേ വർഷങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ. അപ്പോൾ എന്താ പറയാ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരോ വർഷങ്ങൾ കൂടുന്നതോറും നമ്മൾ വിചാരിക്കില്ലേ, ഓ നമുക്ക് അടുത്ത വർഷം ഒന്നുമില്ല ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, ഇല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഓരോ വർഷങ്ങൾ, അതായത് ഇപ്പോൾ ചിലപ്പോ ഈ വർഷം നടന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം നടക്കാം, അടുത്ത വർഷം നടന്നില്ലെങ്കിൽ പിന്നെ ഒരു വർഷം നടക്കാം, അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടാവും ഓരോരുത്തരുടെ ലൈഫിലും അല്ലെ. അപ്പോ എന്താ പറയാ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ദൈവം എന്നൊരു ആള് നമ്മൾക്ക് എന്താണോ വിധിച്ചിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്നത് ഓക്കെ. അപ്പോൾ ആഗ്രഹിക്കുക, എന്താ പറയുക കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരു കിട്ടൂ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുക, ആ ആഗ്രഹം എന്തെങ്കിലും ഒരു ദിവസം സഫലമാകും എന്നൊരു വിശ്വാസത്തോട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ 2024 എന്നൊരു വർഷത്തെ കുറിച്ചിട്ടാണ്. 2024 ഞാൻ ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ കണ്ടിടത്തോളം ഒരു മോശമായ വർഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക മരണങ്ങൾ, ഒരുപാട് എന്താ പറയുക ലോകത്തിൽ ഈ ഒരു വർഷമാണോ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ഓരോരുത്തർക്കും എനിക്ക് പേഴ്സണൽ അറിയുന്ന ആൾക്കാർക്ക് തന്നെ ഓടിച്ചാടി നടന്നവർ ഒരു സെക്കൻഡ് കൊണ്ട് വീഴുക, അതൊരു വലിയൊരു പ്രശ്നമായി തീരുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ഒരു വർഷമാണ് ഒരുപാട് ആൾക്കാർക്ക് കേട്ടോ. പേഴ്സണൽ അറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലാതെയും നമ്മൾ ഓരോരോ മീഡിയയിലും ന്യൂസിലും പേപ്പറിലും എല്ലാം കാണുന്നതാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എനിക്ക് 2024 എന്നൊരു വർഷം ഭയങ്കര മോശമായിരുന്നു തോന്നുന്നു എന്നല്ല മോശമായിരുന്നു ഓക്കെ. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരുടെ ചിലപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോന്നും നമ്മൾ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ. ലോകത്തെ മൊത്തമായി നോക്കുന്ന സമയത്ത് ഒരു പൊട്ട വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ഈ ഒരു വർഷം കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക നമ്മൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ ആ ആഗ്രഹങ്ങൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾ നമ്മളിങ്ങനെ കടന്നുപോയി കൊണ്ടുപോയിട്ടുണ്ടാവും. എന്താ പറയുക ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഉണ്ട്. ഞാനൊരു 2013 തൊട്ടിട്ട് ആഗ്രഹിച്ചതാണ് ഒരു ഐഫോൺ, പക്ഷെ ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങനെയില്ല, നമ്മുടെ സ്വപ്നം വീടാണ്, പക്ഷെ എന്നാലും ഒരു ഓരോരോ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതിങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും നമ്മളെ കൊണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് ഇതുവരെ 2024 25 തുടങ്ങാൻ പോകുന്നു. അപ്പൊ ഇതുവരെ എനിക്ക് അത് സാധിച്ചിട്ടില്ല. അപ്പോൾ സാധിക്കുമായിരിക്കും, പക്ഷെ നമ്മൾ ആ ആഗ്രഹത്തോട് മുന്നോട്ട് പോവുക, എന്തെങ്കിലും നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അതേപോലെ തന്നെയാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ കടന്നു വന്ന പാതകളിൽ നമ്മളെ എന്താ പറയുക പുച്ഛിക്കാനും എന്താ പറയാ ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും വിമർശനങ്ങൾ നമ്മളൊന്നും അതിൽ ആയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളുടെ നേരെ ഒരു വിമർശനങ്ങൾ വരിക, നമ്മളെ അതിലോട്ട് ഓരോരോ കാര്യങ്ങളിലും നമ്മളെ അങ്ങോട്ട് ഇതാക്കുക. അങ്ങനെ ഓരോരുത്തരുടെ രീതിയിൽ ഓരോരുത്തരുടെ ലൈഫിലും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയാ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഒന്ന് പാസ് ചെയ്തിടണം. അപ്പോൾ എന്താ പറയുക നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഇതാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്താ പറയുക ഓരോരുത്തർക്കും നമ്മളെ ഓരോരോ വിമർശനങ്ങൾ നമ്മളതിലൊന്നും ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ നേരെ വിമർശനങ്ങൾ വരും, ഒന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ നേരെ ആയിരിക്കും എല്ലാ പഴികൾ ചാരെന്നൊക്കെ പറയില്ല എല്ലാവരും എന്താ പറയാ
അപവാദങ്ങൾ ഉണ്ടാക്കുക, പണികൾ ചാരുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലും ഓരോരോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. ഒരുപാട് വിഷമപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കുന്ന കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. നമ്മൾ വിഷമിക്കാൻ ഇടയാവാൻ കുറേ കാരണങ്ങൾ നടന്നിട്ടുണ്ടാവും. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അറിയാതെ പോലും നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും വർഷം, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ 2024 മാത്രമല്ല, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങൾ നടന്നിട്ടുണ്ടോ, എന്തൊക്കെ ദുഃഖങ്ങൾ നടന്നിട്ടുണ്ടോ, നമ്മളെ എത്രത്തോളം ഓരോ ആൾക്കാർ പുച്ഛിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തർ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ നോവിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം നിങ്ങൾ ഈ ഒരു 2024 കൂടി നിങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞു വന്ന ആ വർഷങ്ങളിലെല്ലാം നിങ്ങളുടെ സന്തോഷങ്ങൾ മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളെ എത്രത്തോളം നിങ്ങൾ വിഷമം, നിങ്ങൾക്ക് എന്താ പറയുക, വിഷമങ്ങൾ ആരെ കൊണ്ട് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലെങ്കിലും മാക്സിമം നിങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഹാപ്പിനെസ് മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ 2025 തുടങ്ങുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ 2025 തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ഈ അടുത്ത വർഷം നമ്മൾ ഓരോരുത്തരും പറയല്ലോ, ഇന്ന സ്വഭാവം നമ്മൾ മാറ്റണം, ഇന്നൊരു ഗുഡ്നെസ് ആയിട്ട് നമ്മൾ നടക്കണം, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഓരോരുത്തരുടെ ലൈഫിലും പുതിയ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ എല്ലാവരും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡ്രിങ്ക്സ് അടിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ പറയായിരിക്കും, അടുത്ത വർഷം തൊട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങളുണ്ടാവും, ഓരോരുത്തരുടെ ലൈഫിലും ഓരോരോ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ പൊട്ട സ്വഭാവങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചീത്ത സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ ദ്രോഹിക്കുകയോ അങ്ങനെയുള്ള എന്ത് കാര്യമായാലും ശരി, ഈ ഒരു വർഷത്തോടു കൂടി നിങ്ങൾ ഇതാക്കിയിട്ട് അടുത്ത വർഷം നിങ്ങൾ നല്ലൊരു എന്താ പറയുക ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എത്ര തന്നെ ഉള്ളൂ, നമ്മൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. സന്തോഷങ്ങൾ മാത്രം നമ്മൾ അടുത്ത വർഷത്തോട് കൊണ്ടുപോവുക. ഇതുവരെ കഴിഞ്ഞു വന്ന നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഈ ഒരു വർഷത്തോട് കൂടി നിങ്ങളത് ഉപേക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്ന, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം നമ്മുടെ ലൈഫിലോട്ട് മുന്നോട്ട് ഈ 2025 നിങ്ങൾ കൊണ്ടുപോവുക. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാരണം നമ്മളത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മളുടെ മൈൻഡ് ഇത് ബാധിക്കും. അങ്ങനെ അതെന്തിനാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത്? ആർക്കും വേണ്ടാതെ അല്ലെങ്കിൽ ആർക്കും എന്താ പറയുക ഒന്നുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെറുതെ നമ്മളുടെ വിഷമങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് പോവാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് എത്ര പേര് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ എൻ്റെ ഒരു സജഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മാത്രം. അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പറ്റുന്ന ആൾക്കാർ മാക്സിമം അത് ശ്രമിക്കുക. നിങ്ങൾ അടുത്ത ഒരു വർഷത്തിലേക്ക് നിങ്ങൾ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ കടന്നു വന്ന ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. വിഷമങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വർഷത്തോടു കൂടി മറക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു വർഷം ഒരുപാട് അനുഭവങ്ങൾ, കാരണം ഓടിച്ചാടി നടന്നിട്ട് ഒരു സെക്കൻഡിൽ എന്താ പറയുക മാസങ്ങളോളം കിടന്നിട്ടും ഒരിക്കലും ഒരു നിമിഷം പോലും ഇരിക്കാതെയും എന്താ പറയുക കിടക്കാതെയും റെസ്റ്റ് എടുക്കാതെയും ഓടിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഏതോ ഒരു സമയദോഷം അല്ലെങ്കിൽ ഏതോ ഒരു ഇതിൽ കൊണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നു, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് അവരുടെ ഇതിനൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയൊരു വിഷമമായിട്ട് തോന്നിയിട്ടൊരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആർക്കും അങ്ങനെ ഒരു കാര്യങ്ങളും ലോകത്ത് തന്നെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് 2025 എന്ന് പറഞ്ഞ വർഷത്തിൽ കിടക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർഷത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾ കടന്നു വന്ന ലൈഫിൽ ഈ ഒരു വർഷം, ഈ 2024 മാത്രമല്ല ഇതുവരെ നിങ്ങൾ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ ഈ 2024 എത്തിയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊരു എന്താ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. കാരണം അറിയോ, നമ്മുടെ വിഷമങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ അത് കണ്ട് ആഘോഷിക്കുകയായിരിക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കാതിരിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ടാന്ന് പറയുന്ന പോലെ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് അങ്ങനെ തീർത്തിട്ട് അടുത്തൊരു വർഷത്തിലോട്ട് നമ്മൾ നല്ല ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷങ്ങൾ മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. മറക്കാൻ പറ്റുന്ന മാക്സിമം ഉള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തോ നിങ്ങളായിട്ടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ്, ചില ആൾക്കാരുടെ ജീവിതം നല്ല നടന്നിട്ടുണ്ടാവും, ചില ആൾക്കാരുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അധികം ദുഃഖങ്ങളാണ് ഈ 2024 നമ്മൾ കേൾക്കാൻ ഇടയായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക വയനാട് നമ്മുടെ ഇത്രയും വലിയൊരു ദുരന്തം ഇതായതും എല്ലാം നമുക്ക് മൊത്തത്തിൽ നമുക്കൊരു ഭയങ്കര ഒരു ഇത് തന്ന ഒരു വർഷമാണ് ഈ 2024. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വർഷത്തിനോട് ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല. ഒരുപാട് വിഷമങ്ങൾ തന്ന വർഷമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പേഴ്സണലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊരു പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും പുതുവർഷത്തിൻ്റെ അന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതൊന്ന് പറയണം തോന്നി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഈ 2024 അങ്ങനെ കഴിയാൻ പോകുന്നു. ഓക്കെ,
അപ്പോൾ എന്താ പറയുക, ഇനി വരുന്ന വർഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ദുഃഖങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വർഷത്തിൽ എല്ലാം കൂടി ഉപേക്ഷിച്ച് നിങ്ങൾ ജോളി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ഹാപ്പിനെസ് തരുന്നത് ആ ഹാപ്പിനെസ് മാത്രം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, ഉമ്മ ചെലക്കുട്ടീസ്.